PMR ഷോ SFI സംസ്ഥാന സെക്രട്ടറി TP ജയചന്ദ്രൻ, BJP അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഭിഭാഷകൻ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം PMR ഷോ നോക്കൂ. അടുത്ത 2 ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഗവർണറുടെ അടുത്തേക്ക് പോകാതെ, വാഹനങ്ങൾ കേടുവരുത്താതെ പ്രതിഷേധ പരിപാടികളാണോ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു, ജനാധിപത്യപരമായി അക്രമ സ്വഭാവം ഇല്ലാതെ ഈ നാട്ടിലെ മുഴുവൻ ജനതയുടെയും പ്രതിഷേധം അറിയിക്കുന്ന നിലയിലേക്ക് ഞങ്ങളുടെ സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രതിഷേധ സമരത്തിന് SFI നേതൃത്വം കൊടുത്തു. ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിലും അക്രമാസക്തമാകാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്ന ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് പോലും ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ ഉണ്ടാകാതെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ആ നിലയിൽ തന്നെ ഏറ്റവും ജനാധിപത്യപരമായി എന്നാൽ അങ്ങേയറ്റം തീക്ഷ്ണമായി ഞങ്ങൾ ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോ കുറച്ചു മുൻപ് അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ കാവ്യവൽക്കരിക്കും എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് RSSന്റെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് താൻ നടത്തുന്നത് എന്ന് ആവർത്തിച്ചു പറയുന്ന ചാൻസലറുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഈ നിലയ്ക്കുള്ള പ്രവർത്തനം തുടരുന്നതിന് അനുവദിക്കില്ല എന്ന ശക്തമായിട്ടുള്ള തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. മുഴുവൻ വിദ്യാർത്ഥികളെയും, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം, കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ നിലപാട് എന്നുള്ളത് എല്ലാ ഘട്ടത്തിലും RSSനെതിരാണ്, സംഘപരിവാറിന്റെ മനുഷ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ സമര മുന്നണിയിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഞങ്ങളോടൊപ്പം അണിനിരക്കും എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യപരമായി ഈ നിലയിൽ സർവകലാശാലകളെ തകർക്കുന്ന നീക്കത്തിനായിട്ടുള്ള സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നോക്കൂ ഹർഷോ, കാവ്യവൽക്കരിക്കും എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ കേരളം അടക്കമുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെയും സമാന സമീപനങ്ങൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. SFI ഈ നിലയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുക, 2-3 ദിവസം പ്രതിഷേധിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് മറ്റെന്ത് പോംവഴിയാണ് മുന്നിലുള്ളത്? അല്ല, ഞങ്ങൾ ഈ സമരം ആരംഭിച്ചിട്ട് ആഴ്ചകളായി. കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് നോമിനേഷൻ വന്ന ഘട്ടം മുതൽ, ഇപ്പൊ സെനറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനു മുൻപേ തന്നെ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവകലാശാലകൾ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ നീക്കങ്ങൾക്കെതിരെ ഞങ്ങളുടെ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ സമരങ്ങളും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ആഴ്ചകളായി ഈ സമരം ആരംഭിച്ചിട്ട് ആ സമരത്തിനകത്ത് എവിടെയും സമരം മുറിഞ്ഞു പോകാതെ സമരത്തിന്റെ ശക്തമായിട്ടുള്ള തുടർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2-3 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു സമരമായിരിക്കില്ല. ഈ സമരം നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള സമരമാണ്, കേരളത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇത് 2-3 ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കറിയാം, ഇതിനു മുൻപും സമാനമായ നിലയിൽ ഏകാധിപത്യ പ്രവണതയോടെ ലോകത്ത് മുന്നോട്ട് പോയ പല ആളുകളെ നമുക്കറിയാം. ഹിറ്റ്ലർ ഉൾപ്പെടെ, മുസോളിനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനേക്കാൾ വലിയ ഏകാധിപത്യ രീതിയിൽ തങ്ങളുടെ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടപെടലും ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത്തരം ഇടപെടലുകളെയും ശ്രമങ്ങളെയും ഒക്കെ ചെറുത്തു തോൽപ്പിച്ച ലോക ചരിത്രമാണ് ഞാനും നിങ്ങളും ഒക്കെ പഠിച്ച് വളർന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഞങ്ങൾ ഈ സമരം ഒരു ഘട്ടത്തിലും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഇത് വിജയത്തിലെത്തുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. ഈ സമരം വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും തീക്ഷ്ണമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ദയവായി തുടരുക. PMR ഷോ Debate with MV Nikesh Kumar.